കോകണം ചൂരൽമല ഉരുൾപൊട്ടലിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട ശ്രുതിയുടെ പ്രതിശ്രുതവരനായ ജെൻസന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് ആണ്ടൂർ നിത്യസഹായമാതാ പള്ളിയിലാണ് സംസ്കാരം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ജെൻസന്റെ മൃതദേഹം താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്ന് ശ്രുതിയെ കാണിച്ചു. സെപ്റ്റംബർ 10 നടന്ന അപകടത്തിലാണ് ജെൻസന് പരിക്കേറ്റത്. ഉരുൾപൊട്ടലിൽ അച്ഛനും അമ്മയും സഹോദരിയുമടക്കം നഷ്ടപ്പെട്ട ശ്രുതിയുടെ ഏക ആശ്വാസമായിരുന്നു ജെൻസൺ. ശ്രുതിക്ക് അടച്ചുറപ്പുള്ള ഒരു വീട് പണിത് നൽകണമെന്നായിരുന്നു ജെൻസന്റെ ആഗ്രഹം. ആ ആഗ്രഹം പൂർത്തിയാക്കാതെയാണ് മടക്കം. CV അനുമോദ് ചേരുന്നു. അനുമോദ്, സങ്കടകരമായ നിമിഷങ്ങളാണ്. ശ്രുതിയെ കാണിച്ചു ജെൻസനെ അവസാനമായി, അല്ലേ? തീർച്ചയായും രഞ്ജിത്ത്, ശ്രുതി അവസാനമായി ജെൻസനെ കണ്ടു. ഇനിയൊരിക്കലും കാണാനാകില്ല, ഇനിയൊരിക്കലും അടുത്ത ജെൻസനില്ല. താൻ ഒറ്റയ്ക്കാണ് എന്ന യാഥാർത്ഥ്യം ആ കുട്ടി ഉൾക്കൊള്ളുന്നോ അറിയില്ല, പക്ഷേ അത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ കാര്യം. ഈയൊരു മരണവാർത്ത അറിഞ്ഞപ്പോൾ ശ്രുതി വല്ലാതെ ഷോക്ക്ഡായിരുന്നു. അതിനുശേഷം ജെൻസനെ കണ്ടേ തീരൂ എന്ന് നിർബന്ധം പിടിക്കുകയും അങ്ങനെ അമ്പലവയലിലെത്തിയ ആംബുലൻസ് തിരിച്ച് കൽപ്പറ്റയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമായിരുന്നു. അവിടെ എത്തി ശ്രുതിയെ ജെൻസനെ അവസാനമായി കാണിച്ചു. അല്പസമയം ആശുപത്രിയിൽ പൊതുദർശനത്തിന് അവസരമുണ്ടായിരുന്നു. അവിടെ നിന്നും മൃതദേഹം ഇപ്പോൾ ഇവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഈ നിൽക്കുന്ന ഇടത്തേക്ക് ഓഡിറ്റോറിയത്തിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കകം ജെൻസനുമായിട്ടുള്ള ആംബുലൻസ് എത്തിച്ചേരുമെന്നാണ് അറിയുന്നത്. ഇവിടെ നേരത്തെ മുതൽ തന്നെ ജെൻസനെ ഇരുന്നൊക്കെ കാണുവാനും അന്ത്യാഞ്ജലി അർപ്പിക്കുവാനും ഒക്കെ നൂറുകണക്കിന് ആളുകളാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. അവരൊക്കെ അവരുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ, സുഹൃത്തിനെ അവസാനമായി ഇരുന്നൊക്കെ കാണുവാൻ ഇവിടെ കാത്തിരിക്കുകയാണ്. ഇവിടെ പൊതുദർശനത്തിനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഏതാണ്ട് 1 മണിക്കൂറോളം സമയം ഇവിടെ പൊതുദർശനം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. അതിനുശേഷം ജെൻസന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെയും 1 മണിക്കൂറോളം സമയം പൊതുദർശനത്തിനും മറ്റ് അന്ത്യകർമ്മങ്ങൾക്കും നീക്കിവെക്കും. പിന്നീടാണ് പള്ളിയിലേക്ക് സംസ്കാര ചടങ്ങുകൾക്കായി കൊണ്ടുപോവുക. അത് ആ ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ആളുകൾ കൂടുതലായി ഇവിടേക്ക് എത്തിച്ചേരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ചേട്ടാ, ഇപ്പം എത്തും, എന്താ അറിയാൻ പറ്റും? വടുവഞ്ചാൽ എത്തിയിട്ടുണ്ട്. ഒരു 8 കിലോമീറ്റർ 7 അല്ല വടുവഞ്ചാൽ 7 കിലോമീറ്റർ 4 കിലോമീറ്റർ 10 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് എത്തി. 1 മണിക്കൂർ തന്നെയാണ്. 1 മണിക്കൂർ നമ്മുടെ മൊത്തത്തിൽ എല്ലാവരെയും കാണിച്ചതിന് ശേഷം വീട്ടിലേക്ക് എടുക്കുന്ന പറഞ്ഞു. എല്ലാവരും അതെ വീട്ടിൽ ചടങ്ങുകളും ചടങ്ങ് വീട്ടിൽ, അത് കഴിഞ്ഞ് പള്ളിയിൽ സംസ്കരിക്കും. ഇന്ന് തന്നെ വൈകിട്ട് സംസ്കരിക്കും. എന്നൊക്കെ അടുത്തായിരുന്ന സുഹൃത്താണ്. അതെ നമ്മളെ രാഷ്ട്രീയപരമായിട്ട് നമ്മളെ അണിയായിരുന്നു, നമ്മളെ സ്വന്തം ആളായിരുന്നു. അങ്ങനെ ശ്രുതിയുടെ കാര്യമാണ് എല്ലാവരുടെയും മനസ്സിൽ. ജെൻസന്റെ ഒന്ന് ആദ്യമായിട്ട് കാണുന്നവർക്ക് പോലും ശ്രുതിയുടെയും ജെൻസന്റെയും ജീവിതം എല്ലാവർക്കും അറിയുന്നതാണ്. ആ ഒരു ദുരന്തത്തിൽ നിന്ന് ആ ശ്രുതിയെ കൈപിടിച്ച് ജീവിതത്തേക്ക് തിരിച്ചുകൊണ്ടുപോയ ജെൻസനാണ്. അപ്പോൾ ആ ഒരു ആശ്വാസമാണ്, ആശ്രയമാണ് ഇപ്പോൾ ഇല്ലാതെ വന്നത്. അയൽവാസി എന്ന നിലയ്ക്ക് ചേട്ടൻ എങ്ങനെയാണ്? ഒരിക്കലും താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സങ്കടകരമായ വാർത്തയാണ് നമ്മളെ സംബന്ധിച്ച് വന്നിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രുതിയെ വീണ്ടും അവനെ ഏറ്റെടുത്തു. അവർ രണ്ടുപേരും ഒരുമിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഈ ജീവിതം മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന സമയത്താണ് വിധിയുടെ ഇത് അവനെ തേടിയെത്തിയിട്ടുള്ളത്. എന്താണെങ്കിലും ശ്രുതിയെ വീണ്ടും അതിൽ നിന്ന് റിക്കവർ ആക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. വളരെ സങ്കരമായ രീതിയിൽ തന്നെയാണ് നമ്മളൊക്കെ ഉള്ളത്. എന്ത് ചെയ്യാനും ദൈവത്തിന്റെ വിധി എന്നുള്ളതല്ലാതെ വേറെ നമുക്ക് തെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് എനിക്ക് പറയുന്നത്. ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അത് പറഞ്ഞാൽ നല്ലൊരു പയ്യനായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഒരാളുമായിട്ടൊരു ഒരു കച്ചറക്കും ഇല്ലാത്ത നല്ല ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. അതാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതാണ് നിങ്ങളൊക്കെ സുഹൃത്തായിരുന്നില്ലേ ജെൻസൺ? സുഹൃത്തായിരുന്നു. നമ്മുടെ നാടിന് എല്ലാ ഒരു ക്ലബിന്റെ പരിപാടികളും മറ്റ് നമ്മുടെ പ്രവർത്തനം, നമ്മുടെ എല്ലാ പ്രവർത്തനത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരാൾ കൂടിയായിരുന്നു. അപ്പോൾ വളരെയധികം വേദനയുണ്ട്. മുണ്ടക്കൈ ദുരന്തം വലിയൊരു വേദന നമ്മുടെ കയറുമ്പോഴാണ് അല്ലേ സഹിക്കാനാവുന്നതിലപ്പുറം.
രഞ്ജിത്ത്, നമുക്ക് ഇവരോടൊക്കെ ചോദിക്കുന്നതിനൊക്കെ വലിയ പരിമിതിയുണ്ട്. കാരണം എല്ലാവരും തീവ്ര ദുഃഖത്തിലാണ്. നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അവരുടെ തൊണ്ടയിടറുന്നുണ്ട്, കണ്ണ് നിറയുന്നുണ്ട്. പക്ഷേ അത്രമാത്രം ദുഃഖസാന്ദ്രമാണ് ഈ ഒരു അന്തരീക്ഷം. ഈ ഒരു നാടിന് എത്രമാത്രം പ്രിയപ്പെട്ടവനായിരുന്നു ജെൻസൺ എന്ന് ഈ ഒരു ദൃശ്യങ്ങൾ തന്നെ പറയാതെ പറയുന്നുണ്ട്. അതിനെല്ലാം അപ്പുറം ഒരു മഹാദുരന്തത്തിൽ എല്ലാം നഷ്ടമായ തൻ്റെ പ്രണയിനിയെ ഇനിയുള്ള ജീവിതത്തിൽ താൻ സുരക്ഷിതയായി കൂടെ കൂട്ടുമെന്ന് പറഞ്ഞ് ആ കുട്ടിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള പ്രതീക്ഷ നൽകി, കരുത്ത് നൽകി, അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനിടെയാണ് വിധി ഇത്രമാത്രം ക്രൂരത ആ വ്യക്തിയോട് കാണിച്ചത്. ഒരിക്കലും ഇനി ജെൻസണില്ല. ആ ഒരു യാഥാർത്ഥ്യം ശ്രുതി അറിഞ്ഞു. ശ്രുതി ജെൻസനെ അവസാനമായിട്ടൊരു നോക്ക് കാണണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ജെൻസനെ അവസാനമായൊരു നോക്ക് കണ്ടു. ഇപ്പോൾ ഇതാ ജെൻസനുമായിട്ടുള്ള മൃതദേഹം ഈ ഒരു ഓഡിറ്റോറിയത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഇവിടെ പൊതുദർശനത്തിൻ്റെ സമയമാണിനി. തൻ്റെ പ്രിയപ്പെട്ടവരുടെ ഇടയിലേക്ക് ജെൻസൺ ഇതാ അവസാനമായി എത്തുകയാണ്. ഒരു നാടൊന്നാകെ കാത്തിരിക്കുന്നത് പക്ഷേ ജെൻസൺ അറിയുന്നില്ല. ഒരു നാടൊന്നാകെ തേങ്ങുന്നത് ജെൻസൺ അറിയുന്നില്ല. ജെൻസനെ ഈ നാട് എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് ഇനി അദ്ദേഹം അറിയുകയുമില്ല. അതീവ ദുഃഖസാന്ദ്രമാണ് ഈ കാഴ്ചകൾ. ആംബുലൻസിൽ നിന്നും ജെൻസന്റെ മൃതദേഹം പൊതുദർശനത്തിനായി ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുവരികയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ജെൻസന്റെ മൃതദേഹം പൊതുദർശനത്തിനായി ഗ്ലോറീസ് ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഈ ഒരു വിയോഗ വാർത്ത അറിഞ്ഞതു മുതൽ ജെൻസനെ അവസാനമായൊരു നോക്കിക്കണ്ട് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവർ, അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ, അദ്ദേഹത്തെ കേട്ടറിഞ്ഞവർ, വയനാട്ടിന് പുറത്തുള്ളവർ, ജെൻസന്റെയും ശ്രുതിയുടെയും പ്രണയമറിഞ്ഞ് അവരെ അഭിനന്ദിച്ചവർ, ആശ്വസിപ്പിച്ചവർ, വിഷമസമയത്ത് കൂടെ നിന്നവർ, അങ്ങനെ എല്ലാവരും, ജെൻസനെ അറിയുന്ന എല്ലാവരും ഇവിടേക്ക് ജെൻസനെ അവസാനമായി ഒരു നോക്ക് കണ്ട് യാത്രാമൊഴിയേകാൻ എത്തിച്ചേർന്നിരിക്കുന്നു. ജെൻസന്റെ മൃതദേഹം ഇതാ പൊതുദർശനത്തിനായി ഓഡിറ്റോറിയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇനിയുള്ള 1 മണിക്കൂർ സമയം ഇവിടെ ആയിരിക്കും. ഇവിടേക്ക് MLA ടി സിദ്ദിഖ് അടക്കമുള്ളവർ ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. കൂടുതൽ ആളുകൾ ഇവിടേക്കാണ് എത്തിച്ചേരുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. വീട്ടിൽ ചെറിയ സൗകര്യങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ പരമാവധി ആളുകൾ ഇപ്പോൾ സംസ്കാരം അല്പസമയത്തിനകം ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. CV അനുമോദാണ് അവിടെ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.